എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്റെ പൊന്നു ലാലേട്ടാ. ഞങ്ങൾ ഓരോ ലാലേട്ടൻ ഫാൻസിന്റെ ഒരു കിനാവാർന്ന് ലാലേട്ടാ കുറെ നാളായിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ അഭിനയിച്ച് തകർക്കണ ഒരു പടം. നിങ്ങളുടെ മുഖം അനങ്ങത്തില്ല, നിങ്ങളുടെ ചുണ്ടനങ്ങത്തില്ല, കാലനങ്ങത്തില്ല, കയ്യനങ്ങത്തില്ല. നിങ്ങൾ വയസ്സായി പോയി, നിങ്ങൾക്ക് ഇനി അഭിനയം ഒരു വശമില്ലാത്ത പരിപാടിയാണ്. വീട്ടിൽ പോയി ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ചിലച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു മറുപടി ഒരൊറ്റ പടത്തിലൂടെ കൊടുത്ത തരുൺ മൂർത്തി, ദ റിയൽ ഫാൻ ബോയ്, സല്യൂട്ട്. ഇതുപോലെയുള്ള പടങ്ങൾ എടുക്ക് ബ്രോ, ഇതുപോലെയുള്ള പടങ്ങൾ എടുക്ക്. ഇച്ചോടെ ഡോസ് കൂട്ടിയ സാധനങ്ങൾ എടുക്ക്. ബുക്ക് മൈ ഷോയും കളക്ഷനും 100 കോടി ക്ലബൊക്കെ സിമ്പിളായിട്ട് പോന്നോളും. അല്ലാതെ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തിയാൽ മാത്രമല്ല, ആ മുണ്ടൊന്ന് അഴിച്ചിട്ടാലും, ഒന്ന് കരഞ്ഞാലും, ഒന്ന് വീണാലും, ആ ഒരു വീഴ്ചയിൽ നിന്ന് നീറ്റാലും ആ ഉണ്ടാവുന്ന ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു കിക്കുണ്ടല്ലോ, ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ സിനിമ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏത് സിനിമയെക്കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. തുടരും, ഇനിയും ഇതുപോലുള്ള സിനിമകൾ തുടരട്ടെ. ലാലേട്ടൻ മാത്രമല്ല, മമ്മൂട്ടിയും ഇതുപോലുള്ള സിനിമയായിട്ട് തുടരട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, തുടരും സിനിമ കണ്ടു, ഇന്ന് വീണ്ടും ഒന്നോടെ പോവും, മനസ്സും കണ്ണും നിറഞ്ഞു. ഇന്ന് വീട്ടുകാരെ കണ്ട് പോയിട്ട് അവരുടെയും കണ്ണും മനസ്സും നിറയ്ക്കണ്ടേ. അപ്പോൾ ഇന്ന് പോകുന്നുണ്ട് വീണ്ടും ഗംഭീര റിപ്പോർട്ടുമായിട്ട് അടിച്ചു കയറുവാണ്. ഇതിനകത്ത് എമ്മാതിരി അഭിനയമാണ്. കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ ഇതുപോലെ ഒന്ന് അഭിനയിച്ച് തകർക്കണ ഒരു പടം, പറയാൻ വാക്കുകളില്ല എൻ്റെ പൊന്നെ ബ്രോ. അതിനകത്തൊരു സീനൊക്കെ ഉണ്ട്, പുള്ളി ആ ബാത്റൂമിൽ വീഴുന്നൊരു സീനൊക്കെ ഉണ്ട്. എന്തോ റിയലായിട്ടുള്ള വീഴ്ചയാണ്. അഭിനയിക്കാൻ പറഞ്ഞ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു നല്ല സിനിമ കാഴ്ചക്കാരൻ്റെ വരികളാണ് അതിൽ തന്നെ പാട്ടായിട്ടുള്ളത്. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എൻ്റെ കിനാവാണ് എൻ്റെ പൊന്നു ലാലേട്ടാ. ഇനിയും ഇതുപോലുള്ള സിനിമകളുമായിട്ട് നിങ്ങൾ വാ, അടിച്ച് കയറി വാ.